നമസ്കാരം. കർക്കിടക വാവുബലി സമാഗതമാകുകയാണ്. ആഗസ്റ്റ് 3-ാം തീയതി നാം എല്ലാവരും ബലി സമർപ്പണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ആചാര അനുഷ്ഠാന പദ്ധതികളിൽ നമ്മുടെ ജീവിത സുഖത്തിന് ഉതകുന്നതായിരിക്കുന്ന പല ക്രിയാപദ്ധതികളെയും ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. അന്നേരം അങ്ങനെ നോക്കുമ്പോൾ ജീവിത സുഖത്തിനായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന ആചാര അനുഷ്ഠാന പദ്ധതിയാണ് ഈ കർക്കിടക വാവുബലി എന്ന് പറയുന്നത്. നമുക്കറിയാം, പിതാവാകാൻ കഴിയുന്ന ശരീരത്തെയാണ് പിതൃ എന്ന് പറയുന്നത്. അന്നേരം നമുക്കിഷ്ടപ്പെട്ട വസ്തുക്കളെ ശരീരപോഷണത്തിനുള്ളതാകട്ടെ, അല്ലാതെ മാനസികമായിരിക്കുന്ന ഉളവാകുന്നതാകട്ടെ, എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദ്രവ്യങ്ങളെ നമുക്ക് ഈ ശരീരത്തിന് കാരണഭൂതമാകുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത സുഖത്തിന് കാരണഭൂതമാകുകയും ചെയ്ത ആ പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ഒരനുഷ്ഠാന പദ്ധതിയാണല്ലോ. നമുക്കറിയാം, കേരളത്തിൽ പല പ്രദേശങ്ങളിൽ ഈ കർക്കിടക വാവുബലി തലേ ദിവസം വിവിധങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ അനുഷ്ഠിക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമുക്ക് ജീവിത സുഖത്തെ നൽകാൻ കഴിയുന്നതാകുന്ന ആ പിതൃ എന്ന ആ സങ്കല്പത്തിന് സന്തോഷമുണ്ടാകുകയും അതിലൂടെ നമുക്ക് ജീവിത സുഖമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിതൃബലി സമർപ്പിക്കുന്നത്. അതിനും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ സമർപ്പിക്കാമോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും പിതൃക്കൾക്ക് ബലി സമർപ്പിക്കാം എന്നുള്ളതാണ്. അതതിൻ്റെ മന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും പിതൃവംശേ മൃതായേച മാതൃവംശേ തഥൈവച ഗുരുശുശിരബന്ധൂനാം ഏചാന്യ ബാന്ധവാമൃത ലുപ്തപിണ്ഡ ക്രിയാലോപ ഹതാശ്ചൈവ ജാത്യന്ത പങ്കവസ്തത വിരൂപ ആമഗർഭ ജ്ഞാത അജ്ഞാത അങ്ങനെയുള്ള മന്ത്രങ്ങളിലൂടെ പറയുന്നത് പിതാവിൻ്റെ വംശത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളവർക്കും മാതാവിൻ്റെ വംശത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നതും ഇനി ഗുരുവിൻ്റെ വംശത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ജ്ഞാത അജ്ഞാത അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിരിക്കുന്നത്, അതുപോലെ തന്നെ കുംഭീഭാഗം, രൗരവം, അസിപത്രം തുടങ്ങിയിരിക്കുന്ന ഘോരമായ നരകങ്ങളിൽ പതിച്ചിട്ടുള്ളവർക്ക്, അന്നേരം ഇങ്ങനെയുള്ള സമസ്ത അവസ്ഥയിലുള്ള പിതൃക്കൾക്കും അതുപോലെ തന്നെ വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗാദികൾ ഇവർക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന അനുഷ്ഠാന പദ്ധതി. അന്നേരം ഇതിൻ്റെ ആ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളെ നോക്കിയാൽ തന്നെ അറിയാം. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഷ്ടഭക്ഷണം എന്ന് പറയുന്നത് ചോറാണ്. എന്നിട്ട് ഈ ചോറ് നമ്മൾ സമർപ്പിക്കുന്നത് ബലിച്ചോറെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ബലിച്ചോറ് സമർപ്പിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ചോറാണ്. അന്നേരം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഭോജ്യ വസ്തുക്കളെ നമ്മുടെ ജീവിത സുഖത്തിന് കാരണഭൂതമായ പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന അനുഷ്ഠാന പദ്ധതിയെയാണ് ഇവിടെ കർക്കിടക വാവുബലി ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന ഈ ബലി സമർപ്പണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ശ്രാദ്ധമൂട്ടുന്നതിലൂടെ ആ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്നതായിരിക്കുന്ന ആ കർമ്മ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ ജീവിത ദുഃഖങ്ങളെല്ലാം ഒഴിയുന്നു, ജീവിത സുഖം നമ്മളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പിതൃകർമ്മത്തിന് ഉപയുക്തമാകുന്ന ദ്രവ്യങ്ങൾ, എള്ള്, അതുപോലെ തന്നെ ഈ ബലിച്ചോറ്, അതുപോലെ തന്നെ ദർഭ, ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണല്ലോ പ്രതിപാദിക്കുന്നത്. ദർഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അമൃതസ്പർശനമുണ്ടായിട്ടുള്ള ഒരു വസ്തുവാണ് ദർഭയെന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ ശരീരം ബ്രഹ്മമാണ്, ആത്മാവ് ബ്രഹ്മമാണ്, ഈ ഹവിസ് ബ്രഹ്മമാണ്. അന്നേരം ഈ ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മത്തെ സമർപ്പിക്കുക. പൂർണ്ണമാകുന്ന ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ജഗത്തിനെ എടുത്താലും പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മം തന്നെ അവശേഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ബ്രഹ്മമായി ഭവിക്കുന്നു. ആ ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മത്തെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഷ്ഠാന പദ്ധതിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ നല്ലവരായിരിക്കുന്ന സുഹൃതികളും ഈ വരുന്ന കർക്കിടക വാവുബലി വ്രതാനുഷ്ഠാനത്തോടുകൂടി അതിൻ്റെ ഭാഗമാകണം. നമ്മുടെ പിതൃക്കളെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത സുഖത്തിന് ഭാഗമാകാൻ കഴിഞ്ഞ സർവ്വതിനെയും നമുക്ക് സ്മരിക്കുവാനും അവരോടുള്ള ആ നന്ദിയും അർപ്പണവും സമർപ്പിക്കുവാൻ കഴിയുന്ന ഒരു സുദിനമാണ്. എല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം എന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.